ഞാൻ നമ്മുടെ ഈ രമേഷ് പിഷാരടി കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്. കാരണം ഈ മമ്മൂട്ടിയായിട്ടുള്ള ഒരു ആത്മബന്ധം അതെങ്ങനെ സംഭവിച്ചു? വിഷ്വലിലും നേരിട്ട് കണ്ടിട്ടുണ്ട്, ഭയങ്കര അടുപ്പം. എന്താണ് അതിൻ്റെ പിന്നിൽ ആ കെമിസ്ട്രി? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല സത്യത്തിൽ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ഇന്ന ക്വാളിറ്റി ഉള്ള ആളാണെന്ന് നിരന്തരം നിങ്ങളോട് ആളുകൾ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന് ഉള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ അതിലുള്ള പലതും പിന്നെ കൃത്രിമമായിട്ട് ചെയ്തു തുടങ്ങും. ഒരുപക്ഷെ ആ സ്നേഹം നിലനിൽക്കാനോ ആ സ്നേഹം കൂടുതലായിട്ട് കിട്ടാനോ ഒക്കെ വേണ്ടി ഞാൻ ചിലപ്പോൾ പലതും അഭിനയിച്ചു തുടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കാരണം എന്താണ്, ഇതിനൊരു റീസൺ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പോയില്ല. കാരണം അത് റീസൺ അന്വേഷിക്കാൻ മാത്രമുള്ള കുഴപ്പമുള്ളൊരു കാര്യമല്ല. എനിക്കൊരു ലോട്ടറി അടിച്ചാൽ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് ആലോചിച്ച് സമയം കഴിയേണ്ട ആവശ്യം ഇല്ല. നല്ല കാര്യം സംഭവിക്കണം. അപ്പം അങ്ങനെ എനിക്ക് 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു 3-4 ക്യാമ്പുകളിൽ പോകാൻ തീരുമാനിച്ചു. ഓണം അദ്ദേഹം ക്യാമ്പിലാണ് ചോറുണ്ടത്. അപ്പം ഞാൻ എൻ്റെ സിനിമയുടെ കഥ പറയുന്നതിൻ്റെ ഭാഗമായി 2-3 പ്രാവശ്യം അദ്ദേഹത്തിനെ കാണാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹം പെട്ടെന്ന് ജോർജ് ചേട്ടമ്പഴി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ക്യാമ്പുകളിൽ പോകുന്നുണ്ട്, ഈ ആ ക്യാമ്പിലുള്ള ആളുകൾക്ക് എന്നെ കാണാം, എനിക്ക് അവരോട് 2 ആശ്വാസ വാക്കുകൾ പറയാം. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു തമാശ ഞാനും അവരും തമ്മിൽ മിണ്ടുന്നതിനിടയിൽ അവരുടെ മുഖത്തൊരു ചിരി കൊടുക്കാൻ പറ്റിയാൽ അത് നല്ലതായിരിക്കും. താനുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊരു ആളായിട്ട് നിൽക്കാൻ പറ്റും, വരാമോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു 4 ദിവസം 3ഓളം ക്യാമ്പുകളിൽ പറവൂര് ചെങ്ങന്നൂരൊക്കെ ഞങ്ങൾ ആ യാത്രയിലാണ് കൂടുതൽ അടുക്കുന്നത്. അതിന് ശേഷമാണ് സിനിമ ചെയ്യുന്നതും എല്ലാം. അതെ, 2 മനുഷ്യർ അങ്ങ് കണ്ടാൽ ചോദ്യമില്ലാത്തൊരു കാര്യമാണത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പ്രൊഫൈല് മാച്ചല്ല. ആളുകൾക്ക് സൗഹൃദം എന്ന് പറയുന്നതെല്ലാം നിങ്ങളെ കൊണ്ട് എനിക്ക് ഗുണവും എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഗുണവുമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ട് സൗഹൃദം എന്ന ആളുകൾ പല ബന്ധങ്ങളെയും തെറ്റിദ്ധരിക്കുന്നതാണ്. ഇതിപ്പോൾ മൂന്നാമൻ ഇതിലൊരു ഗുണം കാണാനില്ല. ഇനി മൂന്നാമൻ എന്നെ സംബന്ധിച്ച് അവന് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ, സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടാൻ എന്നൊക്കെ പറയാമെങ്കിൽ അദ്ദേഹത്തിന് എന്താ ഗുണം എന്ന് ചിന്തിച്ചാൽ ആർക്കും ഒരു ഉത്തരവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അതിലൊരു ചോദ്യത്തിനുള്ള സ്കോപ്പ് ഇല്ലാത്ത ഒരു 2 മനുഷ്യരായിട്ട് കണ്ടാൽ തീരുന്ന കാര്യമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.